കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കൃപയിൽ നമ്മെ നടത്തുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. എനിക്ക് രക്ഷ തരുന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തിനായി കാത്തിരിക്കും. അടുത്തത് ഉറപ്പായി പറയുക, യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്കൊരു പ്രാഗൽഭ്യം ഇന്ന് പ്രഭാതത്തിലുണ്ടാവണം. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും യാചന എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ആഴമാണത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അപ്പൻ കേൾക്കും, അല്ലേ? യോശുവ ദൈവത്തോട് സംസാരിച്ചിട്ട് അവിടെ അങ്ങനെ സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യനോൽ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ പ്രകൃതി ശക്തികൾ രണ്ട് സ്ഥലങ്ങൾ നിശ്ചലമായി നിന്നത് ആ മനുഷ്യൻ പറഞ്ഞാൽ ദൈവം കേൾക്കും. എലിയാ ദൈവത്തോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ഞാൻ പറയാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഭക്തനായ മനുഷ്യൻ്റെ വാക്ക് കേട്ട് ദൈവം ആകാശത്തിൻ്റെ ഡോർ അടച്ചില്ലേ? അതേ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഡോറ് തുറന്നില്ലേ? എത്ര അത്ഭുതങ്ങൾ സംഭവിച്ചു. ചെങ്കടലിൽ പാതയൊരുക്കുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് നമ്മൾ കണ്ടതല്ലേ വചനത്തിലൂടെ? നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞ് യോർദാൻ കരകവിഞ്ഞൊഴുകിയപ്പോഴും അഭിഷേകമുള്ള പുരോഹിതന്മാരുടെ കാലിൻ്റെ സ്പർശനം വെളിപ്പെട്ടപ്പോൾ യോർദാൻ വന്നിടത്തേക്ക് തിരിഞ്ഞുപോയില്ലേ സഹോദരങ്ങളെ? അങ്ങനെയെങ്കിൽ ഇന്നും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ നേക്കമുള്ളതെന്ന് പറയാൻ ദൈവം നമ്മെ എല്ലാം ഇടയാക്കട്ടെ. എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യുക. ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. അത്ഭുതങ്ങളുടെ പരമ്പരകളല്ലേ കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്തു. നമ്മൾ നോക്കൂ, ഒഴുകി പോകേണ്ട സമയങ്ങളും നിലംപരിചായ എന്ന് ലോകം പറഞ്ഞപ്പോൾ, നീ എഴുന്നേൽക്കത്തില്ല ദുർവ്യാധി പിടിച്ചെന്ന് പറഞ്ഞപ്പോഴൊക്കെ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നില്ലേ? കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും നാനാ വ്യക്തികൾ നമുക്കെതിരെ ശക്തമായ വെല്ലുവിളികൾ ഉന്നയിച്ചപ്പോഴും നമ്മുടെ പടകിൻ്റെ നായകൻ മുരക്കാരൻ കാറ്റെ അടങ്ങൂ കടലെ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ തിരകൾ അടങ്ങിയില്ലേ? അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തികളെപ്പറ്റി, ദൈവത്തിൻ്റെ ബലത്തെപ്പറ്റി ശക്തിയോടെ വിളിച്ചു പറയാൻ നമുക്കിടയാവണം. നമ്മെ മൊത്തം അറിയുന്ന ഒരു ദൈവം, ഇരിക്കുന്നതറിയുന്ന, നിൽക്കുന്നതറിയുന്ന, കിടക്കുന്നതറിയുന്ന, അതിലുപരി നമ്മുടെ നിരൂപണങ്ങൾ, ചിന്തകൾ, അതിൻ്റെ ആഴങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, അതിൻ്റെ ആഴം മറ്റാർക്കും അറിയില്ല. കൂടപ്പുറപ്പുകൾക്കറിയില്ല, കൂട്ടുകാർക്കറിയില്ല. പക്ഷെ അറിയാവുന്ന ഒരുവൻ പറയും, ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് ഏൽപ്പിക്കാം. കർത്താവേ, നിരൂപണം അറിയുന്ന ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങൾ അറിയാൻ കഴിയില്ലേ? നമ്മുടെ തലമുറകളെ അറിയാൻ കഴിയില്ലേ? ആഴമായി 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 ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു.
എന്നെ ആരും കാണുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എൻ്റെ സങ്കടം അറിയാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, കരുണ കാണിക്കാൻ ആരുമില്ല. കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നോട് കരുണ കാണിക്കും, ഞാൻ നിനക്ക് കരുത്ത് നൽകും, ഞാൻ നിൻ്റെ കാലുകളെ ബലപ്പെടുത്തും, നിൻ്റെ കൈകൾ കുഴഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം സുപരിതമാണെന്ന്. അതിന് അബ്രാം സൊദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നും എടുക്കയില്ല എന്ന്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തു. സംഭവ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. തൻ്റെ സഹോദരപുത്രനെ നമുക്കറിയാം, ശത്രുശക്തികൾ തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളുമായി ചെന്ന് 318 അഭ്യാസികളുമായി ചെന്ന ശത്രുശക്തികളെ ദാൻ വരെ പിന്തുടർന്ന അവരെ തോൽപ്പിച്ച്, ശത്രുശക്തികളെ തോൽപ്പിച്ച് അവർ കൊണ്ടുപോയ സമ്പത്തൊക്കെ മടക്കിക്കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെ എല്ലാം മടക്കിക്കൊണ്ടുവന്നു. സകല അധികാര ശക്തികളെയൊക്കെ അവർ തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോൾ മൽക്കീസദേക്ക് രാജാവ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവരെ എതിരേൽക്കുകയാണ്. എന്നിട്ട് ആ രാജാവ് അബ്രഹാമിനെ ഉൾപ്പെടെ അനുഗ്രഹിച്ചു. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച തിന്നനായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നൊക്കെ പറഞ്ഞു. അബ്രഹാം സകലത്തിലും അവന് ദശാംശം കൊടുത്തു. ആ സൊദോം രാജാവ് അന്നേരം ഒരു കാര്യം അബ്രഹാമിനോട് പറയുകയാണ്, നീ ആളുകളെ എനിക്ക് തരിക, സമ്പത്തൊക്കെ നീ എടുത്തുകൊള്ളാൻ പറഞ്ഞു. അതിനാണ് അബ്രഹാം പറഞ്ഞ പ്രസ്താവന, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിക്കേണ്ടതാണ്, ഞാൻ ഇതൊന്നും റിസീവ് ചെയ്യത്തില്ല. പ്രിയരെ, മറ്റാരുടെ കെയർ ഓഫിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായെന്നും സമ്പത്ത് വന്നെന്നും നിന്നെ കൊണ്ടുവന്നത് ഞങ്ങളാണെന്നും ഞങ്ങളില്ലായിരുന്നെങ്കിൽ കാണായിരുന്നെന്നും ഇതിൽ നിന്ന് കരകയറത്തില്ലായിരുന്നെന്നും ഒന്നും പറയാതിരിക്കേണ്ടതിനാണ് അബ്രാം അത് നിഷേധിച്ചു. അബ്രാം പറയുകയാണ്, എനിക്കതൊന്നും വേണ്ട, എന്നെ നീ സമ്പന്നനാക്കിയെന്ന് പറയണ്ട, എന്നെ വിളിച്ചിറക്കിയൊരു ദൈവമുണ്ട്. അന്ന് എൻ്റെ കയ്യിൽ അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലായിരുന്നു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞ വിശ്വാസത്താൽ ഞാൻ സ്റ്റെപ്പ് എടുത്ത വ്യക്തിയാണ്. പക്ഷെ ഞാൻ കാൽ വെച്ച ദേശം ദൈവം എനിക്ക് നൽകി. ദൈവമായി എന്നെ സമ്പന്നനാക്കിയത്, ദൈവമായി എന്നെ നടത്തിയത്, മുഴുവൻ മഹത്വവും ഞാൻ ദൈവത്തിനാണ് കരയറ്റുന്നത്. അബ്രഹാം, പ്രിയരെ, ഭൂമിയിലുള്ള ചില ഓഫറുകൾ നിങ്ങൾ നിഷേധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചിലർ മുതലെടുക്കും. എന്തിനാ നിങ്ങൾ ഓഫർ നിഷേധിച്ചതെന്ന് ചിലപ്പോൾ ഉള്ളിലൊരു ഭയം കാണും, ഒരു വൈഷമ്യം ഉണ്ടാകും. പക്ഷേ അങ്ങനെ നിങ്ങൾ ഓഫർ റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില വ്യക്തികൾ അവകാശവാദം പറയും. ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഞങ്ങളാണ് നിർത്തിയത്, ഞങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. ദൈവത്തിന് അതിഷ്ടമല്ല. അബ്രഹാം ഇത് നിഷേധിച്ചപ്പോൾ കൂടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നിക്കാണും അത്രയും നല്ലൊരു ഓഫർ നിഷേധിച്ചു. പക്ഷേ 15-ാം വാക്യം നോക്കാം. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ ഓടുകാരപ്പട, അബ്രാമേ,
ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. നീ ചിലത് നിഷേധിക്കുമ്പോൾ ദൈവം നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ദൈവം നിന്റെ പരിചയമാണ്. ദൈവം നിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുകയാ, നിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാ. ചുറ്റും പരിചയമായ ദൈവം. ദൈവം നിന്റെ സമ്പത്താണ്. നമുക്കറിയാം, കാരാഗ്രഹവാസം ചെയ്ത സമയത്ത് യോസഫിനെ പാനപാത്രവാഹകൻ മറന്നു. രാജാവിനോട് ചെന്ന് പറഞ്ഞ് യോസഫിനെ ഇറക്കാമെന്നും അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ കൊടുക്കാമെന്ന് നോക്കിയാണ് ഓഫർ. പക്ഷെ അവൻ മറന്നു. കാരണം അവനത് ചെയ്തിരുന്നെങ്കിൽ അവനേക്കാൾ താണ ജോലിക്ക് റെക്കമെൻഡ് ചെയ്യാത്തുള്ളായിരുന്നു. പക്ഷെ അത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. നിന്നെ മിസ്രൈമിൽ കൊണ്ടുവന്നത് ആരുടെ കെയർ ഓഫിലല്ല നീ വന്നത്. നിന്നെ അവിടെ കൊണ്ടുവന്നത് യോസഫേ, ദൈവത്തിനൊരു നിയോഗം നിന്റെ മേലുണ്ടായിരുന്നു. നിന്റെ കണ്ട ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ നിറവേറ്റപ്പെടണമായിരുന്നു. അതുകൊണ്ട് പാനപാത്രവാഹകന് ദൈവമാമർപ്പിച്ച് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം അവൻ്റെ കെയർ ഓഫിൽ നീ പുറത്തു വരേണ്ടവനല്ല. അവൻ്റെ കെയർ ഓഫിൽ നീ അറിയപ്പെടേണ്ടതല്ല. അവൻ നാളെ പറയരുത്, ഞാനാ യോസഫിനെ അവിടെ നിന്ന് ഇറക്കിയത്, ഞാനായി സ്ഥാനത്ത്. ദൈവം പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല. ദൈവത്തിനൊരിക്കലും മറ്റൊരുത്തൻ മഹത്വമെടുക്കുന്ന ഇഷ്ടമല്ല. ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? കാരാഗ്രഹത്തിലായിരുന്ന യോസഫിനെ ഫറവോനോട് ഇടപെട്ട് അവൻ്റെ ഹൃദയത്തിൽ നിയോഗം കൊടുത്തു, ആളയച്ചു വിളിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. നാളെ ഒരു വ്യക്തിയും പറയരുത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യത്തില്ല, കമാൻഡ് ചെയ്തു. എൻ്റെ ദാസനെ വിളിപ്പിക്കാൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. വിളിപ്പിച്ച് അവന് കസേര കൊടുപ്പിച്ചു. അവൻ്റെ വസ്ത്രം മാറി, അവൻ്റെ ഭക്ഷണം മാറി, അവൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ ഓർഡർ ഇടിപ്പിച്ചു. ദൂത് മനസ്സിലായവർ സ്തോത്രം ചെയ്യൂ. സഹോദരങ്ങളെ, ചില ഓഫറുകൾ ലോകം തന്നില്ലെങ്കിൽ, ചില അവകാശങ്ങൾ തന്നില്ലെങ്കിൽ, ചില ലാൻഡുകൾ തന്നില്ലെങ്കിൽ, ചിലത് നഷ്ടമായി തോന്നിയെന്ന് നിങ്ങളുടെ അകത്ത് വേദനിക്കുന്നെങ്കിൽ പറ, അവർ ഞങ്ങൾക്ക് തന്നു എന്ന് പറയേണ്ട. മറിച്ച് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നു, ദൈവം ഞങ്ങളുടെ തലമുറകളെ മാനിച്ചു, ദൈവം ഞങ്ങൾക്ക് ഇത് തന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ചിലതൊക്കെ നിഷേധിക്കപ്പെട്ടപ്പോൾ ബുദ്ധികേടായി തോന്നിയില്ലേ? പലർക്കും എടുത്ത സ്റ്റെപ്പ് ശരിയാണെന്നോ തോന്നിയില്ലേ? അല്ല, അത് ശരിയാണ് സഹോദരങ്ങളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറയാൻ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചെന്ന് പറയാൻ, നടത്തിയെന്ന് പറയാൻ, വിടുവിച്ചെന്ന് പറയാൻ, എത്തിക്കേണ്ടടുത്ത് എത്തിച്ചെന്ന് പറയാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. മറ്റാരുടെ കെയർ ഓഫ് വേണ്ട. നാളെ അവർ ചെയ്തെന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതല്ലേ മനുഷ്യനെല്ലാം ചെയ്യുന്നത്. ദൈവം പറയില്ല, ഞാൻ കമാൻഡ് ചെയ്യുന്ന ദൈവമാ. വാക്തത്വമുള്ള മോശയെ മറ്റാരുമല്ല, നിയമം കൊണ്ടുവന്ന കൊട്ടാരത്തിലേക്ക് ദൈവം എത്തിച്ചില്ലേ? ഇതാ മറ്റാരും കൊട്ടാരത്തിലേക്ക് എത്തിച്ചെന്ന് പറയേണ്ട. ഡയറക്റ്റ് നിന്നെ എവിടെ എതിർത്തോ അതേ ഇടത്ത് നിന്നെ എത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി പിതാവേ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവരെ ടച്ച് ചെയ്യുന്നതിന് സ്തോത്രം, നിങ്ങളുടെ മഹത്വം മറക്കുന്നതിന് സ്തോത്രം, അത്ഭുതങ്ങൾക്ക് സ്തോത്രം, ദൈവപ്രവർത്തിക്ക് സ്തോത്രം, അങ്ങയുടെ ഇടപെടലുകൾക്ക് സ്തോത്രം, തിരുമഹത്വത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ലോകം തരുന്ന ഒരു ഓഫർ മറ്റാരുടെയും കെയർ ഓഫിൽ ഞങ്ങൾ അറിയപ്പെടേണ്ട. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടിയുയർത്തുമെന്ന് ധൈര്യത്തോട് പറ. ഈ വചനങ്ങളോട് സഹായിക്കാൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.